ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഏൺ വിത്ത് മീ. അപ്പോൾ നമ്മുടെ തംബ്നെയിലിൽ കണ്ടതുപോലെ ഡെയിലി 500 to 1000 റുപ്പീസ് എങ്ങനെ ഏൺ ചെയ്യാം എന്നതാണ് ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ കമ്പനിയുടെ പേര് സ്പേസ് ഡോട്ട് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാണ്. പ്ലേ സ്റ്റോറിൽ ആപ്പ് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോർ എടുത്തതിന് ശേഷം സ്പേസ് ഡോട്ട് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ ആപ്പ് കാണിക്കുന്നതാണ്. ഇവിടെ 4.4 സ്റ്റാർ റേറ്റിംഗ് ഒക്കെ ഉള്ളതാണ്. അപ്പം ഇനി നമ്മൾ ക്യാപ്ച ടൈപ്പിംഗ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളതാണ് കാണിക്കാൻ പോകുന്നത്. സൈറ്റിലാണ് കാണിക്കുന്നത്. നമുക്ക് ക്യാപ്ച എങ്ങനെ ചെയ്യാം എന്നുള്ളത് നോക്കാം. നമ്മുടെ കമ്പനിയുടെ പേര് സ്പേസ് ഡോട്ട് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാണ്. ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് സൈറ്റ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത്. ഇതാണ് നമ്മുടെ കമ്പനിയുടെ വെബ്സൈറ്റ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ഒത്തിരി വർക്കുകളുണ്ട്. ഡേറ്റ എൻട്രി, ക്യാപ്ച ടൈപ്പിംഗ്, സ്പേസ് ട്രേഡ്, SD ലോൺസ്, അങ്ങനെ ഒത്തിരി വർക്കുകൾ നമുക്കിവിടെ അവൈലബിൾ ആണ്. അതിൽ ക്യാപ്ച വർക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നാണ് ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ രജിസ്ട്രേഷൻ പ്രോസസ്സ് കഴിഞ്ഞിട്ട് കമ്പനിയിൽ നിന്ന് നമുക്ക് യൂസർ IDയും പാസ്വേഡും കിട്ടും. അത് വെച്ചിട്ടാണ് നമ്മൾ ലോഗിൻ ചെയ്യേണ്ടത്. ഇവിടെ റൈറ്റ് സൈഡിലെ 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് വർക്ക് ലോഗിൻ എടുക്കുക. അതിൽ ക്യാപ്ച ലോഗിൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത്. ഇവിടെ നമ്മൾ കമ്പനിയിൽ നിന്ന് തന്നിരിക്കുന്ന യൂസർ നെയിമും പാസ്വേഡും ടൈപ്പ് ചെയ്ത് കൊടുത്ത് ലോഗിൻ ചെയ്യുക. അതിനുശേഷം നമുക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത്. ഇവിടെ ടോട്ടൽ വർക്ക്, അസൈൻഡ് വർക്ക്, ഇൻ പ്രോഗ്രസ് വർക്ക്, കംപ്ലീറ്റഡ് വർക്ക് കാണിക്കും. അപ്പോൾ ആദ്യമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളുടെ ഡാഷ്ബോർഡാണ് ഞാൻ ഈ കാണിച്ചു തന്നിരിക്കുന്നത്. ഇതിൽ വർക്ക് ചെയ്യാനായിട്ട് മൈ വർക്ക്സ് എന്നുള്ള സെക്കൻഡ് ഓപ്ഷൻ എടുക്കുക. ലെഫ്റ്റ് സൈഡിലെ 3 ലൈൻസ് ക്ലിക്ക് ചെയ്ത് അത് കഴിഞ്ഞ് നമുക്കിവിടെ എത്രാമത്തെ പ്രൊജക്റ്റാണ്, എൻഡ് ഡേറ്റും, നമ്മൾ എത്ര പ്രോജക്ട്സ് ടോട്ടൽ എത്ര പ്രോജക്ട്സ് ഉണ്ട്, എത്ര എണ്ണം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, എത്ര ഇറേഴ്സ് അടിച്ചിട്ടുണ്ട്, എത്ര കറക്റ്റ് അടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അത് കഴിഞ്ഞ് ആക്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് ക്യാപ്ചേഴ്സ് ടൈപ്പ് ചെയ്യാനായിട്ട് വരുന്നത്. ഇതിൽ ആ പിക്ചറിൽ കാണുന്ന അതേ ലെറ്റേഴ്സ് നമ്മൾ അതേപടി ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ക്യാപിറ്റലാണെങ്കിൽ ക്യാപിറ്റൽ, സ്മോൾ ലെറ്റർ ആണെങ്കിൽ സ്മോൾ ലെറ്റേഴ്സ്. അങ്ങനെ ആകുമ്പോഴേക്കും അത് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ കറക്റ്റ് എന്നാണെങ്കിൽ, ഇൻകറക്റ്റ് ആണെന്നെങ്കിൽ ഇൻകറക്റ്റ് ആണെന്ന് കാണിക്കും. ഇൻകറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്തടുത്ത ക്യാപ്ചേഴ്സ് ലോഡായി വരുന്നതാണ്. എത്ര ഇറേഴ്സ് അടിച്ചാലും ഒരു കുഴപ്പവുമില്ല. അങ്ങനെ നമ്മൾ ഓരോ ക്യാപ്ചേഴ്സും കംപ്ലീറ്റ് ചെയ്ത് 1000 ക്യാപ്ചേഴ്സാണ് ഒരു പ്രൊജക്റ്റിൽ വരുന്നത്. നമുക്ക് ഓരോ പ്രൊജക്റ്റിനും 100 റുപ്പീസ് വെച്ചിട്ടാണ് ഏൺ ചെയ്യാൻ പറ്റുന്നത്. വീക്ക്ലി ഒരു 100 to 1000 വരെ ഏൺ ചെയ്യാൻ പറ്റും നമുക്ക് ഈ ക്യാപ്ചയിലൂടെ. അങ്ങനെ നമുക്കിനി മൈ വാലറ്റ് ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ ഓൾറെഡി ഫസ്റ്റ് പ്രൊജക്റ്റ് ആയതുകൊണ്ടാണ് അവിടെ വാലറ്റിലെ എമൗണ്ട് ഒന്നും കാണിക്കാത്തത്. നമ്മൾ എത്ര പ്രൊജക്ട്സ് ചെയ്തോ അത്രയും ഇൻറ്റു 100 ആയിരിക്കും നമുക്ക് കിട്ടുന്ന ഏർണിങ്സ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് മൈ ലോഗ്സ് എടുക്കുമ്പോൾ നമ്മൾ ലോഗിൻ ചെയ്ത ടൈമും ലോഗൗട്ട് ചെയ്ത ടൈമും ഒക്കെ കാണിക്കുന്നതാണ്. അപ്പം ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് എനിക്ക് DM ചെയ്യുക. ഇതിപ്പോൾ നേരത്തെ 100 പ്രോജക്ട്സ് ഒക്കെ ചെയ്ത് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളവരാണ്. ഇവിടെ 100 പ്രോജക്ട്സ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ടോട്ടൽ ഏർണിങ്സ് വരുന്നത് 10,000 ആണ്. അതിൽ 8 തവണ ആയിട്ട് 8400 രൂപ വിഡ്രോ ചെയ്തിട്ടുണ്ട്. ബാക്കി വാലറ്റിലെ എമൗണ്ട് അത് 1600 രൂപയാണ്. കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. DM ചെയ്യുക. അതുപോലെ തന്നെ കമ്പനിക്ക് ആപ്പ് ഉണ്ട്, പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. സ്പേസ് ഡോട്ട് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് നോക്കിയാൽ മതി. വെബ്സൈറ്റിൻ്റെ ലിങ്കും ആപ്പിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുക. വർക്ക് ഫ്രം ഹോം ജോബ്സ് താല്പര്യമുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.